അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ നവോത്ഥാന സംഘടനകളെ കുറിച്ചാണ്. ഒരു 15 സംഘടനകളുണ്ട്. അപ്പോൾ അതിൻ്റെ വർഷങ്ങളായിരിക്കും നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ട്. എന്നാലും നമ്മളത് റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓർമ്മയിൽ കിട്ടും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന എന്നറിയപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജം. ഏതാണ്? സമത്വ സമാജം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന എന്നറിയപ്പെടുന്ന ഏതെന്ന് ചോദിച്ചാൽ സമത്വ സമാജം. ഏത് വർഷമാണ്? 1836. അതിന്റെ കൂടെ പഠിക്കുക. ആരാണ് സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമികൾ. ആരാണ് സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമികൾ. എവിടെയാണ് സ്ഥാപിച്ചത്? ശുചീന്ദ്രം. എവിടെയാണ് സ്ഥാപിച്ചത്? ശുചീന്ദ്രം എവിടെയാണ്? കന്യാകുമാരി സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്. ഓക്കെ. അപ്പൊ കേരളത്തിൽ ആദ്യ സാമൂഹിക പരിഷ്കരണ സംഘടന എന്നറിയപ്പെടുന്നത് സമത്വ സമാജം. വർഷം ചോദിച്ചാൽ 1836. സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികൾ. സ്ഥാപിച്ച സ്ഥലം ശുചീന്ദ്രം, കന്യാകുമാരി, തമിഴ്നാട്. ഓക്കെ. അടുത്ത പോയിന്റ് നോക്കാം. CMI എന്താണ് ഫുൾ ഫോം? കാർമലേറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. ആരാ സ്ഥാപിച്ചത്? ചാവറയച്ചൻ. ആരാണ്? ചാവറയച്ചൻ. കുര്യാക്കോസ് എലിയാസ് ചാവറ അഥവാ CMI. ഓക്കെ. കാർമലേറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. സ്ഥാപിച്ച വർഷം 1831. ഓർത്ത് വയ്ക്കുക. 1831. ഡേറ്റ് കൂടെ പഠിച്ചു വയ്ക്കുക. മെയ് 11. 1831 മെയ് 11. കാർമലേറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സ്ഥാപിച്ച വർഷം 1831 മെയ് 11. എവിടെയാണ് സ്ഥാപിച്ചത്? കിട്ടും. മന്നാനം. ഓക്കെ. എവിടെയാണ് സ്ഥാപിച്ചത്? മന്നാനം. ഏത് ജില്ല? കോട്ടയം ജില്ല. ഏത് ജില്ല? കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയാണ് ഏത്? CMI. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് ഏത്? CMI. ഓക്കെ. ഓർത്ത് വയ്ക്കുക. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ആരെന്ന് തന്നെയാണ്? ചാവറയച്ചനാണ്. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ചാവറയച്ചനാണ്. ഓക്കെ. അടുത്ത പോയിന്റ്. വനിതകൾക്ക് വേണ്ടിയുള്ള ആദ്യ സന്യാസി സഭ CMC. വനിതകൾക്ക് വേണ്ടിയുള്ള ആദ്യ സന്യാസി സഭയാണ് CMC. വർഷം കൂടെ പഠിച്ചു വയ്ക്കുക. 1866. ഓക്കെ. വനിതകൾക്ക് വേണ്ടിയുള്ള ആദ്യ സന്യാസി സഭയാണ് CMC. അതിന്റെ ഫുൾ ഫോം കൂടെ പഠിച്ചു വയ്ക്കുക. കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ. കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ. ഓക്കെ. ഏത് വർഷം? 1866. അടുത്ത സംഘടന നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം. അടുത്ത സംഘടന SNDP രൂപീകരിച്ച വർഷം 1903. ഡേറ്റ് കൂടെ കൃത്യമായിട്ട് പഠിക്കാം. മെയ് 15. 1903 മെയ് 15. അതിന്റെ മലയാള വർഷം കൂടെ പഠിച്ചു വയ്ക്കുക. മലയാളം ആണ്ട് ഏത് വർഷം? 1078. ഇടവൻ 2. 1078 ഇടവൻ 2. ഓക്കെ. 1903 മെയ് 15 മലയാളം ആണ്ട് 1078 ഇടവം 2. ആരാണ് സ്ഥാപകൻ? ശ്രീനാരായണ ഗുരു. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ് സ്ഥാപകൻ? ശ്രീനാരായണ ഗുരു. ഫുൾ നെയിം എന്താണ്? SNDPയുടെ ഫുൾ ഫോം ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. ഓക്കെ. SNDPയുടെ ഫുൾ ഫോം ആണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ. എവിടെയാണ് സ്ഥാപിച്ചത്? തിരുവനന്തപുരത്ത്. കമലാലയം. ഓർത്ത് വയ്ക്കുക. പുതിയൊരു പോയിന്റ് ആണ്. ഇത് കമലാലയം. ഓക്കെ. എവിടെയാണ്? കമലാലയം. തിരുവനന്തപുരം ജില്ലയിലാണ് കമലാലയം. പുതിയൊരു പോയിന്റ്. കമലാലയം ബംഗ്ലാവിലാണ് ഏത് സ്ഥാപിച്ചത്? SNDP ആദ്യമായിട്ട് സ്ഥാപിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. എന്നാൽ നിലവിലെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം. നിലവിലെ ആസ്ഥാനം SNDPയുടെ നിലവിലെ ആസ്ഥാനം ചോദിച്ചാൽ കൊല്ലം. ഓക്കെ. ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. അതിൻ്റെ കൂടെ പഠിക്കുക. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് SNDPയുടെ മുൻഗാമി വാവൂട്ട് യോഗം. SNDPയുടെ മുൻഗാമി വാവൂട്ട് യോഗം. ഓക്കെ. SNDP രൂപീകരിക്കാൻ കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDP രൂപീകരിക്കാൻ കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. ഏത് വർഷം?
1898. അരിവിപ്പുറം ക്ഷേത്രയോഗം 1898. ആദ്യ സെക്രട്ടറി, SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. ആദ്യ സെക്രട്ടറി കുമാരനാശൻ, മറന്നു പോരുത്. ആദ്യ സമ്മേളനം നടന്ന വർഷം 93 രൂപീകരിച്ചു. 94 ആദ്യ സമ്മേളനം. ഓക്കെ, അരുവിപ്പുറത്താണ് സമ്മേളനം നടന്നത്. ഇത് ഗുരുവിനെ പ്രേരിപ്പിച്ച, ഈ സംഘടന SNDP രൂപീകരിക്കാൻ ഗുരുവിനെ പ്രേരിപ്പിച്ച വ്യക്തി ഡോക്ടർ പൽപു. ഓക്കെ, ഓർത്തു വയ്ക്കുക. ഗുരുവിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപു. അതുപോലെ തന്നെ SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപു. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപു. SNDPയുടെ മുഖപത്രം വിവേകോദയം. SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം. ഏത് വർഷം? 1904. ആദ്യ സമ്മേളനം നടന്ന വർഷം തന്നെയാണ് ഏത് വരുന്നത്? വിവേകോദയം വന്നത്. ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ കുമാരനാശൻ. ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ കുമാരനാശൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയം. ആരൊക്കെ പത്രാധിപരായിരുന്നു? ഒന്ന് നമുക്കറിയാം, കുമാരനാശൻ. രണ്ടാമത്തത് M. ഗോവിന്ദൻ. ഓക്കെ, ഒന്നാമത്തത് കുമാരനാശൻ, രണ്ടാമത്തത് M. ഗോവിന്ദൻ. എന്നാൽ നിലവിലെ SNDPയുടെ മുഖപത്രം യോഗനാഥം. നിലവിലെ മുഖപത്രം യോഗനാഥം. ഓക്കെ, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ആനന്ദ മഹാസഭ വർഷം 18. ആനന്ദ മഹാസഭ 1918. ആനന്ദ മഹാസഭ 1918. ആരാണ് സ്ഥാപിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. സ്ഥാപിച്ചതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് എവിടെയാണ്? ആലത്തൂരിലെ വാനൂർ. ഓർത്തു വയ്ക്കാം, ആലത്തൂരിലെ വാനൂർ. ക്ലിയർ ആണോ? ഈ ആലത്തൂർ ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ല. ഓക്കെ, ഈ ബ്രഹ്മാനന്ദ ശിവയോടെ കാലശേഷം ആശ്രമത്തെ നയിച്ചത് ആരാണ്? നിർമ്മലാനന്ദഗിരി. ഓക്കെ, ആദ്യ സെക്രട്ടറി ആനന്ദ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി രാമപ്പണിക്കർ. ആദ്യ സെക്രട്ടറി ആരാണ്? രാമപ്പണിക്കർ. ഓക്കെ, ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം 1918. സ്ഥാപിച്ചാരെന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗി. ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗി. ആദ്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ രാമപ്പണിക്കർ. എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ആലത്തൂരിലെ വാനൂരാണ്. ആലത്തൂർ ഏത് ജില്ല? പാലക്കാട് ജില്ല. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കാലശേഷം ആശ്രമത്തെ നയിച്ചതാണ് നിർമ്മലാനന്ദഗിരി. ഓക്കെ, അടുത്ത സംഘടന നോക്കാം. അടുത്തറിയാവുന്ന കാര്യമാണ്. അടുത്ത സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളി. വർഷം 1907. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. ഓക്കെ, മാതൃകയാക്കിയ സംഘടന ഏത് സംഘടനയെ മാതൃകയാക്കിയാണ് സാധുജന പരിപാലന സംഘം? SNDP. ഓർത്തുവയ്ക്കാം, SNDPയെ മാതൃകയാക്കിയാണ് ഏത് രൂപീകരിച്ചത്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി. ഓക്കെ, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ചോദിച്ചാൽ സാധുജന പരിപാലിനി. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മാസിക അല്ലെങ്കിൽ പത്രം എന്നറിയപ്പെടുന്നത് സാധുജന പരിപാലിനി. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മാസിക അല്ലെങ്കിൽ പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? സാധുജന പരിപാലിനി. ഓക്കെ, സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന പേര് സ്വീകരിച്ച വർഷം 1938. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന പേര് സ്വീകരിച്ച വർഷം 1938. ഈ സാധുജന പരിപാലിനി എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ചങ്ങനാശ്ശേരി സുദർശന പ്രസിൽ നിന്ന്. ഓക്കെ, എവിടെ അച്ചടിച്ചെന്ന് ചോദിച്ചാൽ ചങ്ങനാശ്ശേരി സുദർശന പ്രസ്. ചങ്ങനാശ്ശേരി ഏത് ജില്ല? കോട്ടയം. ചങ്ങനാശ്ശേരി കോട്ടയം. ഓക്കെ, അടുത്ത സംഘടന നോക്കാം. സഹോദര സംഘം. സഹോദരൻ അയ്യപ്പൻ. പെട്ടെന്ന് സംഘടനയും അതിന്റെ പേരും കിട്ടും, വർഷമാണ് ഓർത്ത് വയ്ക്കാൻ പാട് കേട്ടോ. ഏത് വർഷം? 1917 മെയ് 29. സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1917 മെയ് 29. സ്ഥാപിച്ച വ്യക്തി നമ്മൾ പറഞ്ഞു, ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, സ്ഥലം എവിടെയാണ് സ്ഥാപിച്ചത്? ചേറായി. എവിടെയാണ്? ചേറായി. ഓക്കെ, സഹോദര സംഘം സ്ഥാപിച്ച സ്ഥലം ചോദിച്ചാൽ ചേറായി. മുഖപത്രം
സഹോദരൻ. എളുപ്പമാണ്. സഹോദര സംഘത്തിന്റെ മുഖപത്രം ചോദിച്ചാൽ സഹോദരൻ. ഓക്കെ, ഏത് വർഷമാണ് ആരംഭിച്ചതെന്നറിയോ? 1917 തന്നെയാണ് ആരംഭിച്ചത്. എവിടെ നിന്ന് ചോദിച്ചാൽ മട്ടാഞ്ചേരി. എവിടെ നിന്നാണ് ആരംഭിച്ചത്? മട്ടാഞ്ചേരി. ഓക്കെ, സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ് സഹോദരൻ. ആരംഭിച്ച വർഷം 1917. എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ മട്ടാഞ്ചേരി. ഓക്കെ, മനുഷ്യരെല്ലാം സഹോദരങ്ങളാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ച പുസ്തകം അച്ചടിച്ചതാണ് ഏത്? സഹോദരൻ എന്ന മുഖപത്രം. ഓർത്തു വയ്ക്കാം, മനുഷ്യരെല്ലാം സഹോദരന്മാരാകുന്നു, മനുഷ്യരെല്ലാം സഹോദരന്മാരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ചതാണ് ഏത്? സഹോദരൻ എന്ന മാസിക അല്ലെ പത്രം എന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, സഹോദര സംഘത്തിന്റെ ശാഖ വക്കത്ത് ആരംഭിച്ച ആരാണ്? ആ വാക്യം തന്നെ കിട്ടും, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, സഹോദര സംഘത്തിന്റെ ശാഖ വക്കത്ത് ആരംഭിച്ച ആരെന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സഹോദര സംഘത്തിന്റെ കീഴിൽ സംഘടിപ്പിച്ച ആദ്യ പരിപാടി മിശ്ര ഭോജനം. ഓക്കെ, മിശ്ര ഭോജനം സഹോദര സംഘത്തിന്റെ കീഴിൽ സംഘടിപ്പിച്ച ആദ്യ പരിപാടിയാണ് മിശ്ര ഭോജനം. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കുക, കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്നത് മിശ്ര ഭോജനം. ഒരു പുതിയ പോയിന്റ് ആണ്. കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മിശ്ര ഭോജനം. മറന്നു പോരുത്, കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്നത് ഏതാണ്? മിശ്ര ഭോജനം. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഘടനയാണ് പോകുന്നത് NSS. അതാണ് ഫുൾ ഫോം? നായർ സർവീസ് സൊസൈറ്റി. നാഷണൽ സർവീസ് സൊസൈറ്റിയാ. നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി. അതെന്താണ് നീ പറയാൻ വന്നതെന്ന് പറയാം. NSS നാഷണൽ സർവീസ് സ്കീം. കേട്ടാ, ഇവിടെ എന്താണ്? NSS നായർ സർവീസ് സൊസൈറ്റി. രൂപീകരിച്ച വർഷം 14 നവംബർ 31. 1914 നവംബർ 31. സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. എവിടെ സ്ഥാപിച്ചു? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി ഏത് ജില്ല? നമ്മൾ നേരത്തെ പറഞ്ഞു കോട്ടയം. ചങ്ങനാശ്ശേരി കോട്ടയം. സ്ഥാപിച്ചത് എവിടെയെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി കോട്ടയം. ആദ്യ പ്രസിഡന്റ്, ഇതാണ് തെറ്റിപ്പോണത്. ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് ആദ്യ പ്രസിഡന്റ്. എന്തിന്റെ പ്രസിഡന്റ്? NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ കെ കേളപ്പൻ. ആദ്യ സെക്രട്ടറി ആണ് ഏത്? മന്നത്ത് പത്മനാഭൻ. SNDPയും NSSും തമ്മിൽ മാറിപ്പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ കെ കേളപ്പനും SNDPയുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അതിന്റെ സ്ഥാപകൻ തന്നെയായിരുന്നു SNDPയുടെ സ്ഥാപകൻ തന്നെയായിരുന്നു ആദ്യ പ്രസിഡന്റ്. പക്ഷേ NSS വരുമ്പോൾ NSSന്റെ സ്ഥാപകനല്ല പ്രസിഡന്റ്. ആരാ? കെ കേളപ്പനാണ് പ്രസിഡന്റ്. മറന്നുപോരുത്. ഓക്കെ, അപ്പൊ NSSന്റെ ആദ്യ പേര്, ആദ്യ നാമം നായർ വൃത്തിജന സംഘം. നായർ വൃത്തിജന സംഘം. ഓർത്തോക്കെ, ആദ്യ നാമം നായർ വൃത്തിജന സംഘം. ആദ്യ സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആദ്യ ട്രഷറർ അറിയാമോ? പനങ്ങാട്ട് കേശവ പണിക്കർ. പനങ്ങാട്ട് കേശവ പണിക്കറാണ് ആദ്യ ട്രഷറർ. ഓക്കെ, ഈ പേര് നിർദ്ദേശിച്ചതാണ് NSS എന്നുള്ള പേര് കെ പരമപിള്ള. കെ പരമപിള്ള. ഓർത്തോക്കെ, കെ പരമപിള്ള. ഓക്കെ, ഇതിന് അപരനാമങ്ങളുണ്ട്. ഒന്ന് മലയാളി സഭ. ഓക്കെ, ഓർത്തോക്ക, മലയാളി സഭ. കേരളീയ നായർ സംഘടന. കേരളീയ നായർ സംഘടന. ഇതൊക്കെ അപരനാമങ്ങള്. മലയാളി സഭ, അതുപോലെ തന്നെ കേരളീയ നായർ സംഘടന. എന്തിന്റെ അപരനാമം? NSSന്റെ. ഓക്കെ, മുഖപത്രം സർവീസ്. സർവീസ്. ഓക്കെ, മുഖപത്രം സർവീസ്. പ്രസിദ്ധീകരിച്ചത് 1919. പ്രസിദ്ധീകരിച്ചത് 1919. എവിടെ നിന്ന്? കറുകച്ചാൽ. എവിടെ നിന്നാണ്? കറുകച്ചാൽ. ഓർത്തോക്കെ, എവിടെ നിന്നെന്ന് ചോദിച്ചാൽ കറുകച്ചാൽ. ഓക്കെ, 1929 നടന്ന NSSന്റെ ആദ്യ വനിതാ സമ്മേളനം. ഓക്കെ, 1929 എന്ത് നടന്നത്? NSSന്റെ ആദ്യ വനിതാ സമ്മേളനം. ആദ്യ വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷ തോട്ടക്കാട് മാധവിയമ്മ. തോട്ടക്കാട് മാധവിയമ്മ. 1929 നടന്ന NSSന്റെ ആദ്യ വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷ ചോദിച്ചാൽ തോട്ടക്കാട് മാധവിയമ്മ. തോട്ടക്കാട് മാധവിയമ്മ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നു NSSന്റെ പ്രസിഡന്റ്, ആദ്യ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ്. എന്നാൽ NSSന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ആകുന്നുണ്ട്. ഏത് വർഷമാണ്?
1945. 1945. മന്നത്ത് പത്മനാഭൻ NSSന്റെ പ്രസിഡന്റ് ആകുന്ന വർഷം ചോദിച്ചാൽ 1945. ഓക്കെ, അടുത്ത നേരത്തെ പറഞ്ഞ ഒരു ആൻസറിന്റെ ചോദ്യമാണ് ഇനി വരുന്നത്. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എവിടെ? നമ്മൾ നേരത്തെ പറഞ്ഞ മുഖപത്രം പ്രസിദ്ധീകരിച്ച സ്ഥലം കർഗച്ചാൽ. കർഗച്ചാൽ. അപ്പൊ NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയെന്ന് വെച്ചാൽ കർഗച്ചാൽ. ഓക്കെ, അപ്പൊ സർവീസ് എന്ന മുഖപത്രം പ്രസിദ്ധീകരിച്ചത് ആരംഭിച്ചത് എവിടെ നിന്നാണ്? കർഗച്ചാൽ എന്നാണ്. കർഗച്ചാലിൽ തന്നെയാണ് NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എന്ന് ഓർത്ത് വയ്ക്കുക. NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ NSSന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന K. കേളപ്പൻ തന്നെയാണ് NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ K. കേളപ്പൻ. അപ്പൊ NSSന്റെ ആദ്യ കോളേജ് സ്ഥാപിച്ചത് എവിടെ? ചങ്ങനാശ്ശേരി. NSS ഹിന്ദു കോളേജ് 1947. NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ഓക്കെ, 1947. NSSന്റെ ആദ്യ ആശുപത്രി ആരംഭിച്ചത് പന്തളം. ഓക്കെ, പന്തളം. NSSന്റെ ആദ്യ ആശുപത്രി എവിടെയാണ്? പന്തളം. NSSന്റെ ആദ്യ ആശുപത്രി ചോദിച്ചാൽ പന്തളം. ഓക്കെ, NSSന്റെ ഉൽപ്പന്ന പിരിവുമായി ബന്ധപ്പെട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി പാടിയ ഒരു പ്രാർത്ഥനാ ഗാനമുണ്ട്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ആരാണ് എഴുതിയത്? KP രാമൻപിള്ള. KP രാമൻപിള്ള. ഓക്കെ, NSSന്റെ ഉൽപാദന പിരിവുമായി ബന്ധപ്പെട്ട വീട് വീടാന്തരം കയറി ഇറങ്ങി പാടിയ പ്രാർത്ഥനാ ഗാനമാണ് ഇത് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അപ്പൊ എഴുതിയതാരാണ്? പന്തളം KP രാമൻപിള്ള. എന്നാൽ NSSന്റെ ആദ്യ കരയോഗം നടന്നത് എവിടെ? തട്ടയിൽ. തട്ടയിൽ. ഓർത്ത് വയ്ക്കുക, NSSന്റെ ആദ്യ കരയോഗം നടന്നത് എവിടെയെന്ന് വെച്ചാൽ തട്ടയിൽ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത സംഘടനയിലേക്ക് പോവാം. ഓർത്ത് വെച്ചോണ്ടേ. അടുത്ത് തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമ മഹാസഭ സ്ഥാപിച്ചാരെന്ന് വെച്ചാൽ പാമ്പാടി ജോൺ ജോസഫ്. വർഷം അറിയാമോ? 1921. 1921. പാമ്പാടി ജോൺ ജോസഫാണ് ഏത് സ്ഥാപിച്ചത്? തിരുവിതാംകൂർ ചേരമർ മഹാസഭ. വർഷം ചോദിച്ചാൽ 1921. ചേരമർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥമാക്കുന്നത് കേരളത്തിലെ സ്വന്തം ജനങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. കേരളത്തിലെ സ്വന്തം ജനങ്ങൾ. ഓക്കെ, ചേരമർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ എന്താണ്? കേരളത്തിലെ സ്വന്തം ജനങ്ങൾ. ഓക്കെ, തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. ഓക്കെ, തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യ പ്രഥമ ജനറൽ സെക്രട്ടറി ചോദിച്ചാൽ പാമ്പാടി ജോൺ ജോസഫ്. ഈ തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യം ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. ഓക്കെ, ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല എന്ന് പറഞ്ഞത് ഏത് സംഘടനയുടെ മുഖ്യമുദ്രാവാക്യം? തിരുവിതാംകൂർ ചേരമർ മഹാസഭ. ഓക്കെ, അടുത്ത സംഘടനയിലേക്ക് പോവാം. 9ാമത്തെ സംഘടന നമ്മൾ നോക്കുന്നത്. തിരുവിതാംകൂർ ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂർ ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. ഏത് വർഷം? 1896. 1896. ഈ തിരുവിതാംകൂർ ഈഴവ മഹാസഭ സ്ഥാപിച്ചതാരെന്ന് വെച്ചാൽ ഡോക്ടർ പൽപ്പു. 1896. ഓക്കെ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? തിരുവിതാംകൂർ ഈഴവ മഹാസഭ. ഇതിന്റെ വേറൊരു പേരും കൂടെ ഈഴവ സഭയും അതുപോലെ ഈഴവ സംഘവും. ഈഴവ സഭയും എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? തിരുവിതാംകൂർ ഈഴവ മഹാസഭ. ഓക്കെ, മഹാ ഈഴവ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്ത്. കേട്ടാ, മഹാ ഈഴവ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നു ചോദിച്ചാൽ തിരുവനന്തപുരം. ഓക്കെ, അടുത്ത സംഘടന നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദേവസഭ അഥവാ ഷോർട്ട് ഫോം എങ്ങനെ പറയും? PRDS. PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം 1909. സ്ഥാപിച്ച വ്യക്തി നിങ്ങൾക്കറിയാം, പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, ആസ്ഥാനം അറിയാം, ഇരവിപേരൂർ തിരുവല്ല. ഓക്കെ, ഇരവിപേരൂർ തിരുവല്ല. ക്ലിയർ ആണോ? PRDSന്റെ പ്രധാന വനിതാ പ്രവർത്തക ഭാര്യയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്.
ജാനമ്മ. ജാനമ്മ. ഓക്കെ, PRDS-ന്റെ വനിതാ പ്രവർത്തകയാണ് ആര്? ജാനമ്മ. ഓക്കെ, മുഖപത്രം ആദിയാർ ദീപം. ആദിയാർ ദീപം പ്രത്യക്ഷ രക്ഷാ സഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. ആദിയാർ ദീപം ഓർത്തുവയ്ക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. ഓക്കെ, അടുത്ത സംഘടന നോക്കാം. യോഗക്ഷേമ സഭ. ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും. ആരാ സ്ഥാപിച്ചത്? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. വർഷമാണ് മറന്നുപോകുന്നത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ച വർഷം 1908 ജനുവരി 31. യോഗക്ഷേമ സഭ സ്ഥാപിച്ച വർഷം 1908 ജനുവരി 31. 1908 ജനുവരി 31. ഏത് സ്ഥാപിച്ചു? യോഗക്ഷേമ സഭ. ആര് സ്ഥാപിച്ചു? VT ഭട്ടതിരിപ്പാട്. അടുത്ത എവിടെ സ്ഥാപിച്ചു? ചെറുമുക്ക്. ചെറുമുക്ക് ആലുവ. ചെറുമുക്ക് ആലുവ. ഓക്കെ, എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ ചെറുമുക്ക് ആലുവ. ഓക്കെ, ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ഏതിന്റെ ആപ്തവാക്യം? യോഗക്ഷേമ സഭ. യോഗക്ഷേമയുടെ സഭയുടെ ആപ്തവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ഉദ്ദേശം അഥവാ ലക്ഷ്യം വൃദ്ധവിവാഹം തടയുക. ഓക്കെ, വൃദ്ധവിവാഹം തടയുക. വിധവാ വിവാഹം നടപ്പിലാക്കുക. വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക. ബഹുഭാര്യത്വം നിരോധിക്കുക. ബഹുഭാര്യത്വം നിരോധിക്കുക. ഇതിൽ എനിക്ക് വൃദ്ധവിവാഹം തടയുക എന്നുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. അതായത് അതായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. മാറിപ്പോരുത്. യോഗക്ഷേമയുടെ ക്ഷേമസഭയുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഇദ്ദേഹം തന്നെയാണ്. ആദ്യ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെയാണ് ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഓക്കെ, എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ ആലുവ. ആദ്യ സമ്മേളനം യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആലുവ. ഓക്കെ, മുഖപത്രം മംഗളോദയം. മംഗളോദയം. യോഗനാഥ SNDPയുടെ മുഖപത്രം. നിലവിലെ മുഖപത്രമാണ് യോഗനാഥ. ഇത് മംഗളോദയം. ഓക്കെ, ആദ്യ എഡിറ്റർ കവി ചങ്ങമ്പുഴ. ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴ. ഓക്കെ, മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരെന്ന് ചോദിച്ചാൽ ചങ്ങമ്പുഴ. മറന്നുപോരുത്. യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് അന്തർജന സമാജം. അന്തർജന സമാജം. യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് അന്തർജന സമാജം. ഏത് വർഷം? 1929. അന്തർജന സമാജം 1929. നേതൃത്വം നൽകിയത് ആര്? നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം. മറന്നുപോരുത്. നേതൃത്വം നൽകിയത് ആരാണ്? പാർവതി നെന്മേനി മംഗലം. ഓക്കെ, അന്തർജന സമാജം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. ഓക്കെ, ഓർത്തേക്ക് മറന്നുപോരുത്. അന്തർജന സമാജം എന്ന ആശയം മുന്നോട്ട് വെച്ചത് VT ഭട്ടതിരിപ്പാട്. മാസികകൾ ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം. യോഗക്ഷേമം. മാറിപ്പോരുത്. ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമവും. യുവജന സംഘത്തിന്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി. യുവജന സംഘത്തിന്റെ മുഖപത്രം ചോദിച്ചാൽ ഉണ്ണി നമ്പൂതിരി. നമ്പൂതിരി യുവജന സംഘടന എന്ന് രൂപീകരിച്ച വർഷം. നമ്പൂതിരി യുവജന സംഘടന രൂപീകരിച്ച വർഷം 1919. 1919. നമ്പൂതിരി യുവജന സംഘടന രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1919. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് ഏതിലാണ്? ഉണ്ണി നമ്പൂതിരി. കേട്ടോ, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് ഏതിലെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉണ്ണി നമ്പൂതിരി. ക്ലിയർ ആണോ? ഓക്കെ, യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് ഏത് വർഷം? യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പേരമംഗലം സമ്മേളനം. ഓർത്തുവെച്ചാൽ പുതിയൊരു പോയിന്റ് ആണ്. പേരമംഗലം സമ്മേളനം 1933. പേരമംഗല സമ്മേളനം 1933. യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗല സമ്മേളനം 1933. ഓക്കെ, ഇതിന്റെ ലക്ഷ്യം യോഗക്ഷേമ സഭയുടെ ലക്ഷ്യങ്ങളാണ് വൃദ്ധവിവാഹം തടയുക, അതുപോലെ തന്നെ മിശ്രഭോജനം നടത്തുക, കുടുംബ മുറിക്കൽ, അതുപോലെ ബഹുഭാര്യത്വം നിർത്തലാക്കുക. ഓക്കെ, ഓർത്ത് വെച്ചോണം.
അടുത്തൊരു നോക്കാം. അടുത്തൊരു സംഘടന ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഉത്തരം കിട്ടും. ആരാണ് സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, ഏത് വർഷം? 1918. വക്കം അബ്ദുൽ ഖാദർ മൗലവി 1918. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918. ആരാണെന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി. എവിടെയാണ് സ്ഥാപിച്ചത്? ചിറയൻകീഴ് നിലക്കാമുക്ക്. ഓർത്ത് വയ്ക്കുക, ചിറയൻകീഴ് നിലക്കാമുക്ക്. ഓക്കെ, ചിറയൻകീഴ് നിലക്കാമുക്ക്. ഏത് സ്ഥാപിച്ചു? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. സ്ഥാപിച്ച വർഷം 1918. സ്ഥാപിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, അടുത്ത സംഘടന നോക്കാം. നിങ്ങൾ ഉത്തരം കിട്ടും. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചു ചോദിച്ചാൽ ശുഭാനന്ദ ഗുരുദേവൻ. ഓർത്തു വയ്ക്കുക, ശുഭാനന്ദ ഗുരുദേവൻ. ഓക്കെ, എവിടെയാണ് സ്ഥാപിച്ചത്? ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് മാവേലിക്കര ചെറുകോൽ. ഓക്കെ, മാവേലിക്കര ചെറുകോൽ. ഓർത്തു വയ്ക്കുക, മാവേലിക്കരയിലെ ചെറുകോലിലാണ് സ്ഥാപിച്ചത്. ഓക്കെ, മുഖപത്രം ശുഭാനന്ദ ദർശനം. ആത്മബോധോദയ സംഘത്തിന്റെ മുഖപത്രമാണ് ഇത്, ശുഭാനന്ദ ദർശനം. ഓക്കെ, അടുത്തൊരു നോക്കാം. നമ്മൾ പഠിക്കാൻ പോണ 14ാമത്തെ സംഘടന ജാതി നാശിനി സഭ. സ്ഥാപിച്ചത് ആനന്ദതീർത്ഥൻ. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദതീർത്ഥൻ. ഓക്കെ, ജാതിനാശിനി സഭയുടെ ആദ്യ സെക്രട്ടറി ആനന്ദതീർത്ഥൻ. ഓക്കെ, ജാതിനാശിനി സഭയുടെ ആദ്യ സെക്രട്ടറി ചോദിച്ചാൽ ആനന്ദതീർത്ഥൻ. ഏത് വർഷമാണ് സ്ഥാപിച്ചത്? 1933. സ്ഥാപിച്ച വർഷം 1933. ഓക്കെ, മറന്നുപോരുത്, 1933. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ ഒരു സംഘടന പഠിക്കുന്നു. കേരള പുലയ മഹാസഭ. ഷോർട്ട് ഫോമിൽ എന്ന് എങ്ങനെ പറയും? KPMS. കേരള പുലയ മഹാസഭ. ഓക്കെ, ഏത് വർഷം സ്ഥാപിച്ചു? 1970. 1970 എന്ത് സ്ഥാപിച്ചത്? കേരള പുലയ മഹാസഭ. ആരാണ് സ്ഥാപിച്ചത്? PK ചാത്തൻ മാസ്റ്റർ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഒന്നാം EMS മന്ത്രിസഭയില് പട്ടികജാതി പട്ടിക വിഭാഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? PK ചാത്തൻ മാസ്റ്റർ. ഓക്കെ, എവിടെയാണ് കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത്? ആസ്ഥാനം നന്ദാവനം, തിരുവനന്തപുരം. ആദ്യ ശാഖ എവിടെയാണ് ആരംഭിച്ചത്? വെങ്ങാനൂർ. ആദ്യ ശാഖ ആരംഭിച്ചത് വെങ്ങാനൂർ. ഓക്കെ, ആദ്യ ശാഖ ആരംഭിച്ചത് എവിടെയെന്ന് വെച്ചാൽ വെങ്ങാനൂർ. കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ സ്ഥാപിച്ചത് വെങ്ങാനൂർ. മുഖപത്രം നയലഭം. ഓർത്തു വയ്ക്കുക, കേരള പുലയ മഹാസഭയുടെ മുഖപത്രം ചോദിച്ചാൽ നയലഭം. ക്ലിയർ? ഓക്കെ, ലക്ഷ്യം എന്താണ്? കേരള പുലയ മഹാസഭയുടെ ലക്ഷ്യം പുലയരുടെ ഏകീകരണവും സാമൂഹിക പരിഷ്കരണവും. ഓക്കെ, പുലയരുടെ ഏകീകരണവും സാമൂഹിക പരിഷ്കരണവുമാണ് എന്തിന്റെ ലക്ഷ്യം? കേരള പുലയ മഹാസഭയുടെ ലക്ഷ്യം എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? വർഷങ്ങൾ മാത്രം ജസ്റ്റ് നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് അടിക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് മേളിലേക്ക് പോവാം. കേരള പുലയ മഹാസഭ വർഷം 70. ജാതിനാശിനി സഭ വർഷം 33. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 18. അടുത്ത യോഗക്ഷേമ സഭ ഡേറ്റും കൂടെ പഠിക്കാം. ജനുവരി 31. ഓക്കെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 9. ഓക്കെ, അടുത്ത തിരുവിതാംകൂർ ഈഴവ മഹാസഭ. അടുത്ത തിരുവിതാംകൂർ ചേരമർ മഹാസഭ 21. അടുത്ത NSS ഡേറ്റ് നവംബർ 31. അടുത്ത സഹോദര സംഘം 1917 അടുത്ത സാധുജന പരിപാലന സംഘം 1907. അടുത്ത ആനന്ദ മഹാസഭ 1918. അടുത്ത SNDP 1903. 1903 മെയ് 15. അടുത്ത CMI
മെയ് 11. അടുത്ത സമത്വ സമാജം 36. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്തെങ്കിൽ എഴുതിയിട്ട് ചവലിൽ ഒട്ടിച്ച് വയ്ക്കുക. എവിടെയെങ്കിലും കാണുന്ന രീതിയിൽ ഒട്ടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ സ്ഥിരം നോക്കുമ്പോൾ എന്ത് ചെയ്യും, മനസ്സിനകത്ത് നിൽക്കും. പ്രീവിയസ് ക്വസ്റ്റ്യനോടെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.